പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, തിരുഹൃദയ തിരുനാളിലെ തിരുവചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യകുലത്തോടുള്ള അനന്ത സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ദിവ്യ ഹൃദയത്തിനു മുന്നിൽ ധ്യാനപൂർവം നമുക്കായിരിക്കാം. ആ ദിവ്യ ഹൃദയം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ അനന്ത സ്നേഹത്തിന് പ്രതിനന്ദിയായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈശോയുടെ ദിവ്യ ഹൃദയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ദിവ്യ ഹൃദയം. ആ സ്നേഹാഗ്നി ചൂള നമ്മളോടുള്ള അനന്ത സ്നേഹം വെളിപ്പെടുത്തുന്നു. അഗ്നിജ്വാല രണ്ട് പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, മനുഷ്യകുലത്തോടുള്ള അവിടുത്തെ അനന്ത സ്നേഹം. രണ്ട്, അവിടുത്തെ പരിശുദ്ധി. ഈശോയ്ക്ക് നമ്മോടുള്ള മനുഷ്യകുലത്തോടുള്ള അനന്ത സ്നേഹത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഈ സ്നേഹാഗ്നി ചൂളയിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. ഈ സ്നേഹഹൃദയത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും ജ്വലിക്കണം. അതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ പരിശുദ്ധിയോട് ചേർന്നിരിക്കണം. ആ പരിശുദ്ധമായ സ്നേഹഹൃദയത്തോട് ചേർന്നിരുന്ന് കർത്താവിനോട് ഒന്നായിത്തീരാൻ ഈ തിരുഹൃദയ തിരുനാൾ നമ്മളെ വളരെ വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുകയാണ്. ഈശോയുടെ അനന്ത സ്നേഹത്തോട് ചേർന്നിരിക്കാൻ, ഈശോയുടെ പരിശുദ്ധിയോട് ചേർന്നിരിക്കാനും നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന യേശു തമ്പുരാൻ്റെ ആ സ്നേഹഹൃദയത്തോട് നമുക്ക് ചേർന്നിരിക്കാം. അവിടുത്തെ അനന്ത സ്നേഹത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധിയാൽ നമ്മുടെ ഹൃദയങ്ങളും പരിശുദ്ധമാക്കപ്പെടും. ഈശോയുടെ ഈ അനന്ത സ്നേഹത്തിന് നാം നൽകേണ്ട പ്രതിസ്നേഹം എന്താണ്? ഒന്നാമതായി, ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന അനന്ത സ്നേഹത്തോടും പരിശുദ്ധമായ ഹൃദയത്തോടും നമുക്ക് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമ മഹത്വത്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കാം. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയുടെ അനന്ത സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കണം. അനേകരെ ഈശോയുടെ ദിവ്യ ഹൃദയത്തോടും അവിടുത്തെ പരിശുദ്ധിയിലേക്കും ആകർഷിച്ചടുപ്പിക്കണം. അങ്ങനെ യേശുനാമം മഹത്വപ്പെടുത്തണം. ഈശോയുടെ സ്നേഹരാജ്യം വ്യാപിക്കണം. ഈശോയുടെ സ്നേഹഹൃദയത്തിലേക്ക് സകലരെയും നമുക്ക് ആകർഷിച്ചടുപ്പിക്കാം. രണ്ടാമതായി, ഈശോയുടെ ദിവ്യ ഹൃദയത്തിലെ അഗ്നിജ്വാലയുടെ മധ്യേ കാണുന്ന കുരിശ്. ഇത് നമുക്ക് വേണ്ടി ഈശോ ഏറ്റെടുത്ത പീഡാസഹനങ്ങളെ സൂചിപ്പിക്കുന്നു. പീഡാസഹനങ്ങളുടെ മധ്യേ പോലും അവസാനിക്കാത്ത അനന്ത സ്നേഹം. ഈശോയുടെ തിരുഹൃദയത്തിലെ അഗ്നിജ്വാലയുടെ മധ്യേ കാണുന്ന കുരിശും തിരുഹൃദയത്തിനു ചുറ്റും കാണുന്ന മുൾവലയവും കുന്തത്താൽ കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുഹൃദയത്തിലെ തിരുമുറിവും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ ഏറ്റെടുത്ത സഹനങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ സ്നേഹത്തിന് പ്രതിനന്ദിയായി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും ഈശോയുടെ രക്ഷാകര സഹനത്തിൽ പങ്കുചേരുകയും ചെയ്യാം നമുക്ക്. അതോടൊപ്പം സകലരെയും ഈശോയുടെ സ്നേഹഹൃദയത്തോടും അവിടുത്തെ പരിശുദ്ധിയോടും ചേർത്ത് നിർത്തി അങ്ങയുടെ രക്ഷാകര സഹനത്തിൽ പങ്കാളികളാക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്ക് ഈ സഹനങ്ങൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ച് രക്ഷാകരമാക്കി മാറ്റാം. തിരുഹൃദയ തിരുനാളിലെ തിരുവചന ഭാഗം കൂടെ
നമുക്ക് ധ്യാനവിഷയമാക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19 അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളുടെ എല്ലാം പൂർത്തീകരണമെന്നോണം അവസാനം അവിടുത്തെ ദിവ്യഹൃദയത്തെ കുന്തത്താൽ തുളയ്ക്കപ്പെട്ടു. അപ്പോഴും അവിടുന്ന് അതിന് കാരണക്കാരായവരെ ശപിക്കുകയല്ല, സകല ജനത്തിനും ശാശ്വതമായ അനുഗ്രഹത്തിൻ്റെ ഉറവ ഒഴുക്കിക്കൊടുക്കുകയാണ് ചെയ്തത്. മാർവ് തുറന്ന് രക്തവും ജീവജലവും ഒഴുക്കിത്തന്നു. അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും നമുക്കായി ചിന്തി. ഇവിടെ രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു, ജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. തിരുരക്തത്താൽ നമ്മയും ലോകത്തെയും മുഴുവനും ശുദ്ധീകരിച്ച് ലഹരി പിടിപ്പിക്കുവാനും പുതുജീവ ചൈതന്യം നമുക്ക് പകരുവാനും, തിരുരക്തത്താൽ നമ്മയും ലോകത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ലഹരി പിടിപ്പിക്കണമേ എന്നും, ജീവൻ പകരുന്ന അവിടുത്തെ ജീവജലത്താൽ നമ്മെ ദൈവാത്മ ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്നും ധ്യാനപൂർവം തിരുമുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറച്ച് നമ്മെ ഫലമുള്ള തരുക്കളായി വളർത്താനും ധ്യാനപൂർവം ഹൃദയപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയ തിരുനാളിൻ്റെ ഈ സുദിനത്തിൽ നമ്മെയും ലോകത്തെ മുഴുവനും ദൈവസ്നേഹത്താലും ദൈവാത്മ ചൈതന്യത്താലും നിറച്ച് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.